ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി ഹലോ മരമൊന്നും. അരുളാലേ, ആ, ഇത് എവിടെ പോവാ? സ്കൂളിൽ പോവാന്നോ? ഇത് സ്കൂളിലെ ഒരു പരിപാടിയാ നാളെ. ആ നമ്മുടെ 97 ബാച്ച് RVHS സ്നേഹതീരൻ 97 പുസ്തക സഞ്ചി എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഒരു 10-12 പേർക്ക് പുസ്തക സഞ്ചി. നമ്മൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ വർഷം കൊടുത്തതാ, ഈ വർഷം അതുകൊണ്ട്. ആണോ? ഇത് പുസ്തക സഞ്ചി അല്ലല്ലേ, പുസ്തക ബാഗ് അല്ലേ? ഇത് പേര് മാറിപ്പോയി. സമ്മാന സഞ്ചി എന്നാ അതിന്റെ പേര്. സമ്മാനം കൊടുക്കുന്നു. ആണോ? ഇത് ബാഗ് എല്ലാം കമ്പനി ബാഗ് ആണല്ലോ. എല്ലാം ക്വാളിറ്റി സാധനമേ കൊടുക്കാൻ പറ്റൂ. ഞാനിത് ആദ്യം വിചാരിച്ചേ ക്യാമറ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ കച്ചവടം തുടങ്ങിയ ഒരു വീട്. അല്ലല്ല, കച്ചവടം തുടങ്ങിയതല്ല. അല്ല, ഇത്രയും ബുക്കുകളൊക്കെ വെച്ച് ഇതെല്ലാം നമ്മുടെ സഹപാഠികളുടെ മക്കൾക്കും ഇത് നമ്മളിങ്ങനെ തെരഞ്ഞെടുത്ത അടിക്ക് വെച്ചേക്കുവാ. തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ എത്ര മണിക്കാണ് കൊടുക്കുന്നേ? നാളെ ഇത് വൈകിട്ട് 3:30 മലമേ വെച്ച മലമേല ഞങ്ങളുടെ തന്നെ ഒരു സഹപാഠിയുടെ കൂട്ടായ്മയുണ്ട്. അതിന്റെ കൂടെ ഇത് വിതരണമുണ്ട്. അപ്പൊ നിങ്ങൾ ഏതൊക്കെ കൂട്ടായ്മ ഇപ്പം ചെയ്യുന്ന ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറയാം. ഇതിപ്പം വളം RVHS സ്നേഹതീരൻ 97 എന്ന് പറയുന്ന ആ കൂട്ടായ്മ ഇത് ചെയ്യുന്നത്. സ്നേഹതീരൻ 97 നിരവധി പരിപാടികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ കൃഷി കൂട്ടായ്മ കൃഷിപാഠം എന്ന് പറയുന്ന അത്, പിന്നെ സ്നേഹ സാന്ത്വനം എന്നും പറഞ്ഞുള്ള ചാരിറ്റി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂൾ പരീക്ഷാ സമയത്തൊക്കെ സ്കൂൾ ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പേര് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പം സ്കൂൾ തുറക്കുമായതുകൊണ്ട് അതിലും നമ്മൾ എല്ലാ രീതിയിലും ഇടപെടും. അപ്പൊ നമുക്ക് ഈ പുസ്തക സഞ്ചിക്കകത്ത് എന്തൊക്കെയാ കൊടുക്കുന്നത്? പുസ്തക സഞ്ചിക്കകത്ത് ഞങ്ങൾ കൊടുക്കുന്നത് നോട്ട്ബുക്ക്. ഇതിപ്പം നമ്മൾ 4ാം ക്ലാസ്സിലെ ഒരാൾക്കും ബാക്കി 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ അതിനനുസരിച്ചുള്ള വലിയ നോട്ട്ബുക്ക് 8, 9, 10 ക്ലാസ്സിലേക്കും 4ാം ക്ലാസ് ചെറിയ നോട്ട്ബുക്ക് അങ്ങനെ. പിന്നെ കുട എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നമ്മൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കളിയില്ല. ക്വാളിറ്റി സാധനങ്ങൾ വെറുതെ പേരിന് വേണ്ടി കൊടുക്കുമല്ല. മഴ പെയ്താൽ നനയില്ല. നനയില്ലെന്നല്ല, ഈ ബാഗിന് തന്നെ വെറുതെ അല്ല. ഈ ബാഗിനകത്തൊരു സംഭവം ഉണ്ട്. ഈ ബാഗ് പൊതിയാനുള്ള സാധനം അവര് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആ ബാഗിന്റെ കൂടെ ഉള്ളയാ. ഈ ബാഗ് തന്നെ എടുത്ത് ചെയ്യാനുള്ള ഇതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സംഭവങ്ങളാണ്. ഏകദേശം എത്ര രൂപ വില വരുന്ന ബാഗ് കണ്ടിട്ട് നമ്മളിത് മൊത്തം കൂടെ 1200ഓളം രൂപയുടെ സാധനങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് പുസ്തകം മാത്രം വാങ്ങിയാൽ മതി. പുസ്തകം മാത്രം അവർക്ക് വാങ്ങിച്ചാൽ മതി. കഴിഞ്ഞ വർഷവും ഞങ്ങൾ കൊടുത്തതാണ്. അത് നമ്മൾ കൊടുക്കുന്ന വെറുതെ കൊടുക്കുമല്ല, ഞങ്ങളുടെ സഹപാഠികളുടെ ഒരു 5-6 പേർക്ക് കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ളത് നമ്മളത് ആ പഠിക്കുന്നത് എല്ലാം നോക്കും. നിങ്ങൾ എത്ര പേരുണ്ട് അംഗങ്ങൾ? ഞങ്ങൾ അത് 90 പേരോളം ഉണ്ട്. എല്ലാരും വന്നായിരുന്നു അവിടെ അടുക്കി വെക്കാൻ? എല്ലാരും വന്ന് അടുക്കി വെക്കാനൊക്കെ വന്ന്. പക്ഷെ നമുക്ക് ആരെയും കാണാൻ പറ്റിയില്ല. നാളെ കാണാം. നാളെ എത്ര മണിക്കാ അത് ഇടുന്നേ? അല്ല, ഇത് എത്ര മണിക്ക് വരണം നമ്മൾ മലമേലോട്ട്? നാളെ 3:30 പ്രോഗ്രാം. നാളെ 3:30. മഴയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് പ്രശ്നമില്ല. അകത്ത് വെച്ച് പ്രോഗ്രാം സെറ്റ് ചെയ്ത് മലമേൽ വന്നു കഴിഞ്ഞാൽ മൂന്നാറിന്റെ ഒരു ലൊക്കേഷനാ. നാളെ മിക്കവാറും മൂന്നാറിലെ ലൊക്കേഷൻ കൂടെ ആയിരിക്കും മലമേൽ. എന്തായാലും മഞ്ഞൊക്കെ പോയി ഇറങ്ങി നല്ല കാലാവസ്ഥയും. അതാണ്ട് കൊടയിലൊന്നും നമുക്ക് ഒരു ഇതുമില്ല. ഒരു പറയുന്നേ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന പരിപാടി ഇല്ല. ഞെക്കുമ്പോ നൂരുന്നല്ലേ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര കളറാണല്ലത്. ഈ കളറിന് വരെ ഓരോരുത്തര് ഡിമാൻഡ് ചോദിച്ചേക്കുവല്ലേ. കളറൊക്കെ പ്രത്യേകം ബുക്ക് ചെയ്തേക്കുക. അതൊക്കെ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാ. നമ്മൾ ആ കൊടുക്കുന്നവരെന്നും ഓർക്കണം. മഴ കുട പിന്നെ ഈ കുടയെ കുറിച്ച് പറയുന്നത് ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാലേ നമ്മുടെ കണ്ണൻ പിന്നെ പെരുങ്കുളം എന്ന് പറയുന്ന പെരുങ്കുളത്തുള്ള അദ്ദേഹം പിന്നെ ഈ പെയിന്റിങ് ജോലിക്കിടെ ഒരു 7 വർഷം മുമ്പ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് കിടക്കുന്ന ഒരു അദ്ദേഹം അപ്പോഴും നമ്മൾ ഫേസ്ബുക്കിൽ ഇത് ആദ്യമേ പോസ്റ്റ് ചെയ്തപ്പോൾ കൊട എനിക്കല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊട നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടുന്ന് തന്നെ ആയിരിക്കും. അങ്ങനെ ചെയ്തു തന്നതാ. ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ കമ്പനി കുടകളെക്കാട്ടി സൂപ്പർ സാധനമാണ്. തുണിയായാലും എല്ലാം അദ്ദേഹത്തിന് സഹായമായി. അദ്ദേഹത്തിന് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരാൾക്ക് കൂടെ ഒരു സഹായം കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇത് സഹായമായിട്ടല്ല, ഇത് സമ്മാനമാണ്. ഞങ്ങൾ നിങ്ങൾ സമ്മാനം കൊടുക്കുക. പുസ്തക സമ്മാന സഞ്ചി പേരങ്ങനെ അതങ്ങനെ അതിനകത്ത്. പിന്നെ ഇത് ഞങ്ങളുടെ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹപാഠികളുടെ മക്കൾ ആ പ്രോഗ്രാമിന് നാളെ വരും. ഇത് അവർക്കും കൂടെ ഉള്ളതാണ്. ഇതുകൊണ്ടല്ലോ ഇത് ഒരു ലോഡുണ്ട്. ഇനി ബാക്കി കുറെ അപ്പുറത്തേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പുറത്തും ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നാളെ കഴിഞ്ഞില്ലേ വീണ്ടും അപ്പോഴേ നമ്മൾ വരും. അടുത്ത ദിവസം കൊടുക്കും. അപ്പൊ എന്തായാലും വലിയ സംരംഭം തന്നെയാണ്. നമ്മള് കൃഷിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കൃഷിയൊക്കെ നല്ല കൂട്ടായ്മയുടെ കൃഷിപാഠം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുപോലെ പിന്നെ സ്നേഹ സാന്ത്വനം എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതി.
അപ്പൊ നാളെ അന്നേരം 3 മണിക്ക് മലമേലിൽ 3 മണിക്ക് മലമേലിൽ വെച്ച് പുസ്തകസഞ്ചി വിതരണമാണ്. പുസ്തക സമ്മാന സഞ്ചിയാണ്. ഒരു പോലും കൊടുക്കാതെ നിങ്ങൾ സമ്മാനം കൊടുക്കാൻ സ്ലിപ്പ് ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷവും കൊടുത്തതാ, വീണ്ടും അത് തുടരുന്നു കുറിയും അതുകൊണ്ട്. ശരി. അപ്പൊ അന്നേരം പാടിക്കൊണ്ടിരുന്ന പാട്ട് ഒന്നുകൂടെ പാടിക്കോ, പഞ്ചിലങ്ങനെ നിക്കട്ടെ. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. അപ്പൊ എല്ലാ മോഹങ്ങളുമായിട്ട് സ്കൂളിലേക്ക് എത്തിച്ചേരുന്ന കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഒരു സമ്മാനവും എല്ലാവിധ സ്നേഹതീരം 97 പുസ്തക സമ്മാന സഞ്ചി. അവർക്ക് എല്ലാവിധ ആശംസകളും. അവർക്ക് വിജയാശംസകൾ. പുതിയ വർഷം അവർക്ക് ഏറ്റവും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.